Lazarus, who was raised from the dead, died again. It was the greatest blessing that the family could get, that is to be raised from the dead. But still, his physical body died again. Are you with me? But the greatest blessing is what Jesus told Martha, that if you live and believe in me, you will never die. നീ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ നീ മരിക്കുകയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു ശാശ്വതമായ ഒരു അനുഗ്രഹത്തിന് വേണ്ടി we must go for that eternal blessing that comes from Jesus and him alone. പിന്നെ വായിച്ചേ. അതുകൊണ്ട് പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു പോന്നു. 2 വർഷം കഴിഞ്ഞ് ഫെലിക്സിന് പിൻഗാമിയായി പെർക്യാസ് ഫെസ്തോസ് സ്ഥാനമേറ്റപ്പോൾ ഫെലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്ന് വെച്ച് പൗലോസിനെ തടവുകാരനായി വിട്ടിട്ട് പോയി. ആമേൻ. 2 വർഷമാണ് തടവിലിട്ടത്. എന്നിട്ട് അവസാനം എന്തിനാണ് തടവിൽ തന്നെ ഇട്ടത്? ഹി പുട്ട് ബൗണ്ട് അഗെയിൻ ടു പ്ലീസ് ദ ജൂസ്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഇന്ന് യേശുവിനെ തടവിലിടുകയാണ്. ഹലോ, ദൈവത്തിൻ്റെ വചനത്തെ തടവിലിടുകയാണ്. വൈ? ടു പ്ലീസ് ദ പീപ്പിൾ അറൗണ്ട് യു, ടു പ്ലീസ് maybe your family, your friends, your community, to please that. അവരെ, നമ്മുടെ സഹോദരയും വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരെയും ഒക്കെ പ്രീതിപ്പെടുത്താനായിട്ട് ദൈവത്തിൻ്റെ വചനത്തെ നിൻ്റെ ജീവനിൽ പ്രവർത്തിക്കുവാൻ നീ തടവുകാരനായിട്ട് ഇടുക. Are you with me? Today you need to understand, this is a compromise that people are making. പിന്നെയും വേറൊരു വ്യക്തിയെ നോക്കുകയാണ്. One more person will just go through. We know in the book of Acts, അപ്പോസ്തല പ്രവർത്തനം 5-ാമത്തെ അധ്യായം, book of Acts chapter 5, we know of a person called Ananias and Sapphira. അവരുടെ വളരെ ദുർബലമായ ഒരു അവസ്ഥയാണ്. ഹലോ, ഇറ്റ്സ് എ വെരി പിറ്റിയബിൾ സിറ്റുവേഷൻ. എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആരും അവരെ പ്രേരിപ്പിക്കാതെ, കമ്പല് ചെയ്യാതെ അവർ തന്നെ അവരുടെ സ്ഥലം വിറ്റു. എന്നിട്ട് എന്താണ്? നുണ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 2 പേരും മരിച്ചുപോയി. ഇന്ന് യേശുവിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ദൈവത്തോട് തന്നെയാണ് നുണ പറയുന്നത്. നിങ്ങൾ കൈപൊക്കി എന്തെങ്കിലും ദൈവത്തോട് പറയുമ്പോൾ അത് പാസ്റ്ററോടോ അല്ലെങ്കിൽ അവിടെയുള്ള സമൂഹത്തോടോ അല്ല നിങ്ങൾക്ക് പറയുന്നത്. അത് നിങ്ങളുടെ ഹൃദയത്തിലെ അഭിലാഷം എല്ലാം മനസ്സിലാക്കുന്നത് എ ഗോഡ് ഹു നോസ് യുവർ ഹാർട്ട് ത്രൂ ആൻഡ് ത്രൂ. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് പറയുന്നത്, ഞാൻ നിനക്ക് വാട്ട് എവർ യു ആർ കമ്മിറ്റിങ്, ഞാൻ എല്ലാം നിനക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്, എൻ്റെ ജീവിതം തന്നെ കരുതുകയാണ്, അതാണ് ഇതാണ് മറിച്ചതാണെന്നൊക്കെ നീ കൽപ്പിക്കുമ്പോൾ ആക്ച്വലി നീ കൽപ്പിക്കുന്നത് അവിടെയുള്ള ഒരു വ്യക്തിക്കുമല്ല. നീ നിൻ്റെ ആ എന്താ പറയുന്നത് ഓത്ത്സ്, നീ നിൻ്റെ നിൻ്റെ പ്രോമിസസ് അല്ലെങ്കിൽ ഓത്ത്സ് കൊടുക്കുന്നത് ആർക്കാണ്? ദൈവത്തിന് തന്നെയാണ്. ഇവിടെ നമുക്കറിയാം അനനിയാസും സഫീറയും അവർ സ്ഥലം വിറ്റു അല്ലേ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ മരണത്തിൻ്റെ കാരണം നുണ മാത്രമാണ്. നുണ ആരുടെ സ്വഭാവമാണ്? സാത്താൻ്റെ സ്വഭാവമാണ് നുണ. അപ്പോൾ ഞാൻ നുണ പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ദൈവത്തോടൊരു കാര്യം പറഞ്ഞിട്ട് ആഫ്റ്റർ ഐ കമ്മിറ്റ് സംതിങ് ടു ദ ലോർഡ് ആൻഡ് ഐ ഗോ ബാക്ക് ഓൺ ഇറ്റ്, ഐ എം എ ലയർ. ആൻഡ് ദ ഫാദർ ഓഫ് ലയേഴ്സ് ഇസ് സൈറ്റൻ ഹിംസെൽഫ്. യോഹന്നാന്റെ സുവിശേഷം John 8:44, യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 44-ാമത്തെ അധ്യായം വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നുണയുടെ അപ്പൻ പിശാച് തന്നെയാണ്. അപ്പോൾ ഞാൻ നുണ പറയുകയാണെങ്കിൽ എൻ്റെ എന്തെങ്കിലും ആയിക്കോട്ടെ, ലൗകിക തരത്തിലും ആത്മീയ തരത്തിലും ഞാൻ നുണ പറയുകയാണെങ്കിൽ എൻ്റെ സ്വഭാവം പിശാചിൻ്റെ സ്വഭാവമാണ്. പിശാചിൻ്റെ സ്വഭാവമാണെങ്കിൽ ഞാൻ എൻ്റെ അന്ത്യത, എൻ്റെ നിത്യത ചെലവഴിക്കുന്നത് അവൻ്റെ കൂടെ തന്നെയായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരു ആത്മീയ മരണം സംഭവിച്ചു 2 പേർക്കും അല്ലേ? ഒരു ജഡിക മരണം സംഭവിച്ചു. ആത്മീയ തലത്തിൽ ദൈവം തന്നെയാണ് വിധിക്കുന്നത് അവരെ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അവർക്ക് ഒരു ശിക്ഷ കിട്ടി. എന്തുകൊണ്ട്? നുണ പറഞ്ഞതുകൊണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ലെറ്റ് us നോട്ട് ബി ഡിസെപ്റ്റീവ്. അതാണ് ദൈവത്തോട് നമ്മൾ വി മസ്റ്റ് ഹാവ് എൻ ഓപ്പൺ ബുക്ക് ബിഫോർ ഗോഡ്. ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ബലഹീനതകൾ, കുറവുകൾ, ആവശ്യങ്ങൾ, തെറ്റുകൾ, പാപങ്ങൾ എല്ലാം ഏറ്റുപറയണം. കാരണം ദൈവത്തിന് മുമ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നീതീകരിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന് പ്രീതി, ഹൂ ഡസ് ഗോഡ് ജസ്റ്റിഫൈ? വി നോ ഓഫ് ദി ഫാരിസി ആൻഡ് ദി ടാക്സ് കളക്ടർ അല്ലേ? ഫരിസ്യനും ചുങ്കക്കാരനും ദൈവത്തിന് മുമ്പിൽ 2 പേരും പ്രാർത്ഥിക്കാൻ പോയി. ഒരാൾ അവൻ്റെ നന്മയെ പുകഴ്ത്തി പറഞ്ഞു, മറ്റേ ആൾ ദൈവത്തെ നോക്കാൻ പോലും യോഗ്യതയില്ല. He confessed his unworthiness even to stand there. And God says that this person who confessed
ഹിസ് അൺവർദിനെസ് വെൻറ്റ് ജസ്റ്റിഫൈഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് എന്നെ നിങ്ങളെയും പൂർണ്ണമായിട്ട് അറിയാവുന്നതാണ്. ഹീ നോസ് യു, ഹീ നോസ് അസ്, ഹീ നോസ് മീ. ലെറ്റ് us not pretend. ഹലോ, ലെറ്റ് us not pretend religion. ലെറ്റ് us not pretend to holiness. നമ്മുടെ വിശുദ്ധി നമ്മൾ ഒരു 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 എന്താ പറയുന്നത്, ഒരു പ്രിട്ടൻഡ് പറയുന്നത് ഒരു അഭിനയമാക്കരുത്. കാരണം നിനക്ക് മനുഷ്യൻ്റെ മുമ്പിൽ അഭിനയിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അഭിനയിക്കാൻ പറ്റുകയില്ല. സോ നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് തീരുമാനം എടുക്കേണ്ടതാണ്. എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ ഹൃദയം പൂർണ്ണമായിട്ട് തുറന്ന് കാണിക്കും. നീ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവനറിയാം. ബട്ട് നീ തുറക്കുമ്പോൾ നിൻ്റെ എളിമ നീ കാണിക്കുകയാണ്. യു ആർ ഡിക്ലെയറിങ് യുവർ ഹ്യൂമിലിറ്റി, യുവർ ഇന്നബിലിറ്റി ആൻഡ് യുവർ ഡിപ്പെൻഡൻസ് ഓൺ ദ മൈറ്റി ഗോഡ്. അത് നമ്മൾ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. കാരണം എന്താണ്, അവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവൻ ആ ഹെറോഡ് നോക്കുകയാണെങ്കിൽ അന്ന് ആ ഒരു തീരുമാനം എടുക്കേണ്ടത് 6-ാമത്തെ വചനം പറയുന്നത് വായിക്കുക, മാത്യു 14:6. എന്നാൽ ഹെരോദസിൻ്റെ ജന്മദിനത്തിൽ ഹെരോദ്യയുടെ മകൾ സഭാമധ്യേ നൃത്തം ചെയ്ത് ഹെരോദസിനെ പ്രസാദിപ്പിച്ചു. ആമേൻ. അപ്പോൾ സഭയുടെ മധ്യേ നൃത്തം ചെയ്ത് ഹെറോഡിനെ പ്രസാദിപ്പിച്ചത് കൊണ്ട് അവൻ എന്തു ചോദിച്ചാലും അവൾക്ക് കൊടുക്കുമെന്ന് അവൻ സത്യം ചെയ്ത്. ആമേൻ. എന്ത് ചോദിച്ചാലും വിതൗട്ട് ലിമിറ്റ്. ഇന്ന് നമ്മൾ ഇഫ് യു ആർ ട്രൈങ് ടു പ്ലീസ് ദ വേൾഡ്, യു വിൽ ബി ഫോഴ്സ് ടു ഗിവ് എനിത്തിങ് ദാറ്റ് ദേ വാണ്ട്. അതല്ലേ ദൈവത്തിൻ്റെ വചനം says, what does it profit a man if he gains the whole world but suffers the loss of his own soul? Herod took a decision that he would suffer the loss of his own soul so that he will gain the approval of the people around him, that he will be able to get the approval of the people, that here is a man who keeps his word. Are you with me? Here is a man, whatever happens, he keeps his word. But I want to tell you that in the consequence or as a result, he lost his eternal life. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആ ഹെറോഡ് എങ്ങനെയാണ്. അവന് നേരത്തെ നമ്മൾ വചനത്തിൽ വായിച്ചു കേട്ടു, അവന് എന്നാ യോഹന്നാനെ സ്നേഹമുണ്ടായിരുന്നു, ഭയമുണ്ടായിരുന്നു, വചനം കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നു. എങ്കിലും അവൻ്റെ വാക്ക് പാലിക്കാനായിട്ട് അവൻ യോഹന്നാൻ്റെ തല വെട്ടാൻ കൽപ്പിച്ചു. ഇന്ന് പലപ്പോഴും നമ്മൾ അതുപോലെ തന്നെയാണ്. അവിടെ തല വെട്ടിയപ്പോൾ ഒരു മരണം സംഭവിച്ചു. ഇന്ന് ലോകത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വെട്ടുന്നത് എൻ്റെ തല തന്നെയാണ്. എനിക്ക് നഷ്ടപ്പെടുന്നത് എൻ്റെ ജീവൻ തന്നെയാണ്. ഐ വിത്ത് മീ. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സത്യം ഇതാണ്. 8-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ തരണമെന്ന് പറഞ്ഞു. ആമേൻ. ആരുടെ ഉപദേശം? അമ്മ. How many of you have read or studied The Merchant of Venice? Shakespeare, The Merchant of Venice. However, there is a character, Shylock. Shylock, he was having a legal right to a pound of flesh. Are you with me? There were a lot of negotiations instead of the pound of flesh, because that pound of flesh he could take from anywhere. And he, being Shylock, would take it from the heart, which means sure death. I am sure when you read the Shylock, about the character Shylock in The Merchant of Venice, you must have looked at him with so much of disgust. അല്ലേ? നമ്മൾ ആ ഷൈലോക്കിനെ കുറിച്ച് മെർച്ചൻ്റ് ഓഫ് വെനിസ് എന്ന് പറയുന്ന ആ ഷേക്സ്പിയറിൻ്റെ ആ പ്ലേയിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെറുപ്പും വരുന്നത് ആരാ? ഷൈലോക്കിനെയാണ്. സഹോദര സഹോദരി, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാൻ ഒരു കടപ്പാടുണ്ടെങ്കിൽ, ലോകത്തോടൊരു കടപ്പാടുണ്ടെങ്കിൽ, ആ ഷൈലോക്കിൻ്റെ പേര് സാത്താനാണ്. അവൻ ഹീ വിൽ ഹാവ് എ റൈറ്റ് ഓവർ യുവർ പൗണ്ട് ഓഫ് ഫ്ലെഷ്. Are you with me? അവൻ നീ എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞാലും ആ അവകാശം വിട്ടുതരികയില്ല. Are you with me? കാരണം എന്താണ്? ആ പൗണ്ട് ഓഫ് ഫ്ലെഷ് നമ്മൾ കൊടുക്കുമ്പോൾ, when you give it from your heart, what happens is death. അതെന്താണ്? ഒരു കടപ്പാട്. There was a debt which was incurred, which I was not able to repay. And the price
of that debt is my death. God's word says in the book of Romans, the wages of sin is death. Are you with me? Shylock is still Shylock. He will not give up. But the good news is that Jesus Christ died for me. And he paid the price of my debt. Are you with me? But you should still hate that Satan as much as you hate Shylock. I'm sure people in the literary world would hate Shylock, but would never hate Satan. Hello? Are you with me? Hello? Are you with me? So, just like Shylock would never give up his right over that pound of flesh, Satan would never give up his right over the death. Sin would never give up the right over the punishment for sin. The punishment of sin is death. Jesus Christ took that death on the cross at Calvary. He shed his blood at the cross at Calvary as a propitiation for your sin and my sin. എൻ്റെ നിങ്ങളുടെ പാപത്തിന് പകരക്കാരനായിട്ട് ജീവൻ കൊടുത്തത് യേശുവാണ് ആ കുരിശേൽ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എപ്പോഴും ഈ ലോകമാണ് എന്നെ യേശുവിൽ നിന്ന് മാറ്റുന്നത്. ഞാൻ എപ്പോൾ ഒരു വാതിൽ തുറക്കുന്നുവോ, for the world to come in, if I open a window, they will just come in and overtake you. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, സാത്താൻ ഒരു അവസരം കൊടുക്കരുത് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് എന്നെ വശീകരിക്കുവാനും അങ്ങനെ ഒരു ബന്ധനത്തിലത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഒരിക്കലും സാത്താന് അവസരം കൊടുക്കരുത്. പാപം ചെയ്താൽ ദൈവത്തിൻ്റെ വചനം വ്യത്യാസമില്ലാതെ പറയുന്നുണ്ട്, the wages of sin is death. പാപത്തിൻ്റെ വേതനം മരണമാണ്. Are you with me? That is a pound of flesh that you will have to give. But Jesus gave it. Now, if I want to get the benefit of Jesus having given that pound of flesh instead of me, then you must believe that because Jesus gave that pound of flesh, I am set free. Hello? Unless you believe, you cannot appropriate that exchange. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? You must have faith in Jesus, the finished work at the cross of Calvary. Only then there is an exchange of the payment of the debt. That the payment of debt by Jesus is now appropriated by me as a payment of my debt. I am now justified. The word of God says very clearly, 2 Corinthians chapter 5 verse 21. He who knew no sin was made sin for us, that you and I might become the righteousness of God in Jesus Christ. This, my dear brother, sister, you have to take it in your heart. You have to believe it. ഇത് വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ ആ യേശുവിൻ്റെ മരണത്തിന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടാവുകയുള്ളൂ. യേശുവാണ് രക്ഷകനെന്നൊന്നും നീ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നീ എങ്ങനെ പിതാവിൻ്റെ മുമ്പിൽ പറയാൻ പറ്റും, എൻ്റെ പാപത്തിന് യേശു പരിഹാരമായി മരിച്ചു, എൻ്റെ പാപത്തിൻ്റെ വേദനമാകുന്ന മരണം യേശു 2000 വർഷം മുമ്പ് കുരിശേൽ കാൽവരിയിൽ ഏറ്റെടുത്തു എന്ന് നിനക്ക് പറയുവാൻ യോഗ്യത ഉണ്ടാകുകയില്ല. നീ യേശുവിൻ്റെ കുരിശുമരണം വഴിയാണ്, അത് വഴി മാത്രമാണ് എനിക്ക് രക്ഷ എന്ന് നീ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ. ഇത് മനസ്സിലാക്കണം. അല്ലാതെ നിൻ്റെ വിശാല മനസ്സുകൊണ്ട് എല്ലാവരും രക്ഷയുണ്ട്, എവിടെ പോയാലും രക്ഷയുണ്ട്, ഒരു രക്ഷ ഇടി വെട്ടുന്ന പോലെ എൻ്റെ തലേ വന്ന് വീഴും എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ നീ എന്നാ പറയുന്നത്, യുവർ സിറ്റുവേഷൻ ഇസ് സോ പിറ്റിയബിൾ. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് വി നീഡ് ടു പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ഈ ജഡിക അഭിലാഷങ്ങൾ, ദ ലവ് ഓഫ് മണി, riches, wealth prevents you from receiving Jesus. Typical example, if you look in the book of Mark chapter 10 verse 17 to 22, മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 17 മുതൽ 22 വരെ വചനങ്ങൾ വായിക്കാം. അവിടെ പറയുന്നുണ്ട്, യേശു ഒരു ധനികനായ ഒരു യുവാവിന് ഉപദേശം കൊടുത്തതിനെ കുറിച്ച്, അല്ലേ? നമ്മളെല്ലാവരും വായിച്ച് മനസ്സിലാക്കിയതാണല്ലോ. യേശു പറഞ്ഞു, നീ കൽപ്പനകളൊക്കെ പാലിക്കണം. അപ്പോൾ അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഞാൻ കൽപ്പന പാലിക്കുന്നതാണ്, ഒരു കൽപ്പന പോലും ലംഘിച്ചിട്ടില്ല. അവിടെ തന്നെ അവൻ നുണ പറയുക, ഒരു കൽപ്പന പോലും ലംഘിച്ചിട്ടില്ല. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഇത്ര പൂർണ്ണതയായവൻ, നീ ഒരു കാര്യം ചെയ്യണം, നിൻ്റെ പ്രശ്നം, നിൻ്റെ വിഗ്രഹം, നിൻ്റെ ധനമാണ്. നീ അതെല്ലാം വിറ്റ്
പലപ്പോഴും ആൾക്കാർ പറയുന്നത് എല്ലാ വിശ്വാസിയുടെയും വിഗ്രഹം ധനമാണെന്ന്. അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ നിനക്കുള്ള സ്വത്തെല്ലാം നീ വിൽക്കണം. നീ എന്നിട്ട് എന്നാ പാളത്തൊപ്പിയൊക്കെ ഇട്ടിട്ട് വേണം വഴിയെ നടക്കാൻ. എങ്കിൽ മാത്രമേ നിനക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഏറ്റവും വേറെ വലിയൊരു കബളിപ്പ്. അവൻ്റെ വിഗ്രഹം നമുക്കറിയാമല്ലോ. എനിക്ക് പനിയുണ്ടെങ്കിൽ ഡോക്ടർ എൻ്റെ പനിയെ ട്രീറ്റ് ചെയ്യും, അല്ലേ? എനിക്ക് കാലുവേദന ഉണ്ടെങ്കിൽ ഡോക്ടർ എൻ്റെ കാലുവേദന ട്രീറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ എനിക്ക് പനിയുണ്ടെങ്കിൽ കാലിനാണോ മരുന്ന് കൊടുക്കേണ്ടത്? അല്ല. അപ്പോൾ എൻ്റെ എന്നാ പറയുന്നത്, ഇൽനെസ്, എൻ്റെ രോഗം എന്താണെന്ന് നോക്കിയിട്ട് വേണം മരുന്ന് തരാൻ. അവൻ്റെ രോഗം വിഗ്രഹാരാധനയായിരുന്നു. എന്ത് വിഗ്രഹം? കൊത്തിപ്പണിത വിഗ്രഹങ്ങളൊന്നുമല്ല. He was not worshipping an idol made of wood or metal. He was worshipping an idol called wealth. അവൻ ധനമെന്ന് പറഞ്ഞ ഒരു വിഗ്രഹത്തെയായിരുന്നു അവൻ ആരാധിച്ചത്. അപ്പോൾ ആ വിഗ്രഹമാണ് അവൻ്റെ ജീവിതത്തിൽ പോകേണ്ടത്. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാൻ. അപ്പോൾ എന്താ, അവൻ നല്ലൊരു പല്ലിളിച്ച് ഒരു ചിരി കാണിച്ചിട്ട് തിരിച്ചു പോയി. ദിസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഇന്ന് ലോകത്തിൻ്റെ ആ ധനത്തോടുള്ള മോഹം പല വ്യക്തികളെയും യേശുവിനെ അനുഗമിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ധനം മാത്രമാണെന്നില്ല, ലോകത്തിൻ്റെ രീതികൾ, ലോകത്തിൻ്റെ ടൈപ്പ്, ദ ബിഹേവിയർ പാറ്റേൺ ഓഫ് ദ വേൾഡ്, അത് അവർക്ക് അത് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ പറയും, എനിക്ക് യേശുവിനെ വേണ്ട. കാരണം യേശുവിനെ അനുഗമിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഞാൻ ഇല്ലാതെ ആക്കണം. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം ഇല്ലാതാക്കിയ ഒരു വ്യക്തിയെക്കുറിച്ച്. There's a person in the scripture, the book of Philippians chapter 3, Paul, വചനം പറയുന്നുണ്ട്, he considered everything as rubbish for the excellence of the knowledge of his Lord and Master Jesus Christ. ഹലോ സഹോദര സഹോദരി, നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകം ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്നതൊക്കെ നീ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുണ്ട്. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. ആ യേശു നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ യേശുവിൻ്റെ കൂടെ യേശു പല കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിത്യജീവൻ. നിത്യജീവൻ്റെ കൂടെ നിനക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങളെല്ലാം കൊണ്ടുവരും. അതല്ലേ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 6-33 Matthew 6:33 says, Seek ye first the kingdom of God and his righteousness, and all the things that you need will be added unto you. നീ സ്വർഗരാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ നിനക്ക് ആവശ്യമുള്ളതൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ നിനക്ക് പ്രധാനമായും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആകെ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ആ യേശുവിനെ നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. പക്ഷേ ഈ ധനികനായ യുവാവ് യേശുവിനെ വേണ്ടാന്ന് പറഞ്ഞു. കാരണം അവന് കൂടുതൽ പ്രീതി അവൻ്റെ ധനമായിരുന്നു. അതാണ് വലിയ, യു മസ്റ്റ് ബി വെരി കെയർഫുൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ആ ദൈവത്തിൻ്റെ വചനം ഇവിടെ നോക്കുകയാണെങ്കിൽ, ഹെറോഡിന് ദൈവത്തെ യോഹന്നാൻ്റെ തല വെട്ടുന്നതിൽ സങ്കടമുണ്ടായിരുന്നിട്ട് പോലും അവൻ മനുഷ്യൻ്റെ പ്രീതി തേടിയിട്ട് അവൻ ആ തല വെട്ടാൻ പറഞ്ഞു. ഇവിടെ ധനികനായ യുവാവ് ധനത്തോടുള്ള പ്രീതി കാരണം യേശുവിനെ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്. ഇന്ന് ലോകത്തിൻ്റെ മോഹങ്ങൾ, അതിൻ്റേതായ അതിൽ നിന്ന് വരുന്നത് വേൾഡ്ലി പ്ലഷേഴ്സ് ആൻഡ് ദ തിങ്സ് ദാറ്റ് കം ഫ്രം ദ വേൾഡ്, അതാണ് ഇന്ന് എനിക്ക് യേശുവിനെ സ്വന്തമാക്കാൻ പറ്റാത്ത ഒരു തടസ്സം. It is something which is a barrier for me to receive Jesus into my life. The love of the world. We know very clearly, യോഹന്നാന്റെ സുവിശേഷം 1 John 1:16. Let's read that. 1 John 2:16. 1 John 2:17 says, For all that is in the world, the lust of the flesh, the lust of the eyes, and the pride of life is not of the Father, but is of the world. 1 John 2:16. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതും എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ആമേൻ. ലോകവും അതിൻ്റെ മോഹങ്ങളെല്ലാം മാറിപ്പോകും. Everything will go. But it is a person who does the will of God. He will be established forever. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു വിശ്വാസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, ശ്രദ്ധയോടെ പൂർവ്വം വചനം കേൾക്കണം. കാരണം സഹോദര സഹോദരി, ദൈവത്തിൻ്റെ യേശുവിൻ്റെ വരവ് സമയമായി. ഇറ്റ് ഈസ് ടൈം ഫോർ ഹിസ് കമ്മിങ്. ആർ യു പ്രിപ്പയർഡ് ടു ഗോ? ആൻഡ് ഇഫ് യു ആർ ഗോയിങ്, വേർ വിൽ യു ഗോ? യു വിൽ ഗോ ഡെഫിനറ്റ്ലി, ബട്ട് വേർ ആർ യു ഗോയിങ്? ആർ യു ഗോയിങ് ടു ബി ടേക്കൺ വിത്ത് ഹിം?
Are you going to be taken as his bride? അവൻ്റെ മണവാട്ടിയായിട്ട് നിനക്ക് പോകുവാൻ, അവൻ്റെ കൂടെ പോകുവാനുള്ള യോഗ്യതയുണ്ടോ? ഇന്ന് ഒരുക്കേണ്ട സമയമാണ്. ഇറ്റ് ഇസ് എ ടൈം ഓഫ് പ്രിപ്പറേഷൻ. ജാഗ്രതയോടെ നമ്മൾ ചെയ്യണം. വി ഹാവ് ടു ബി വെരി കെയർഫുൾ with lot of എന്താ പറയുന്നത്, with lot of earnestness and zeal. You must prepare yourself. So don't be deceived. Mainly the greatest deceiver is yourself. Hello? You are your greatest enemy. Because the minute you give your mind control over your life, then everything is over. That is why God's word says in the book of Romans, do not be conformed to the world, but by a renewal of your mind. What do you do? Be changed, transformed into a new creation. That is why God's word says in 2 Corinthians 5:17, it says, whoever is in Christ is a new creation. The old has gone and the new has come. യേശു ക്രിസ്തുവിലായിരിക്കുന്നവർ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം പോയി, പുതിയത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ പുതിയതിലേക്കാണ് നമ്മൾ വരേണ്ടത്. വി ആർ എ ന്യൂ ക്രിയേഷൻ, created in the image and likeness of Jesus, having the character and nature of Jesus. യേശുവിൻ്റെ സ്വഭാവവും ഛായയും സാദൃശ്യവും ഉള്ള ഒരു പുതിയ സൃഷ്ടിയായിരിക്കണം. Don't be deceived. So we need to be careful. We need to be very, very careful, because he is trying to take away the eternal life from you, because that is a defeat. Are you with me? അപ്പോൾ മനസ്സിലാക്കണം, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ശത്രു അവൻ തന്നെയാണ്. അവൻ തന്നെ തീരുമാനിക്കാം, ഞാൻ ലോകത്തെയാണോ അനുഗമിക്കുന്നത് അതോ യേശുവിനെയാണ് അനുഗമിക്കുന്നത്. You can decide, am I going to follow the world or am I going to follow Jesus? The decision is yours, and I dare say, take the decision for Jesus. The book of Deuteronomy says, I keep before you life and death. I keep before you blessing and curses. Choose life. ഞാൻ നിൻ്റെ മുമ്പിൽ ജീവനും മരണവും വെച്ചിട്ടുണ്ട്, അനുഗ്രഹവും ശാപവും വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാണ്, പ്ലീസ് ജീവൻ തിരഞ്ഞെടുക്കണം. ആ ജീവൻ്റെ ഉറവിടം യേശു ക്രിസ്തുവാണ്. നീ യേശുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ നീ ജീവനെ സ്വന്തമാക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം, യേശു ക്രിസ്തുവിനുള്ളവൻ ജീവനുണ്ട്. യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയവൻ ജീവനുണ്ട്. അതിൻ്റെ ബാക്കി പറയാണ്, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേൽക്കാം. അബ്ബാ പിതാവേ, ഇന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിൽ സംസാരിച്ച ഓരോ വചനത്തെ ഓർത്തും ഞങ്ങൾ നന്ദി പറയുന്നു. ഓ ഹല്ലേലൂയ, നിത്യജീവൻ അങ്ങിൽ മാത്രമാണല്ലോ യേശുവേ. ആ വചനത്തെ ഓർത്തും ആ വാഗ്ദാനത്തെ ഓർത്തും ഞങ്ങൾ നന്ദി പറയുന്നു. അതിനെക്കുറിച്ചുള്ള ആഴമായ അറിവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പൂർണ്ണതയിലേക്ക് ആരും വന്നിട്ടില്ല. ആ അങ്ങാണ് നിത്യജീവൻ്റെ ഉറവിടവും ആ അങ്ങയുടെ സ്നേഹം എല്ലാത്തിനെയും മറികടക്കുന്നതാണെന്നും ഉള്ള ആ ജ്ഞാനത്തിൻ്റെ വെളിപാട് ഞങ്ങൾക്ക് ദിനംതോറും കൂട്ടി തരണമേ. ഈ സന്ദേശം ഇവിടത്തെയുള്ള മക്കളെയും ഇവിടെ വരാൻ പറ്റാഞ്ഞവരെയും ഈ സന്ദേശം ടെലിവിഷൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, ഓഡിയോ, റേഡിയോ, വീഡിയോ ഏതെങ്കിലും മീഡിയം വഴി കേൾക്കുന്ന മക്കളെ അങ്ങ് സ്പർശിക്കണമേ. പിതാവേ, അവരുടെ മേൽ അങ്ങയുടെ ദയ, അനുകമ്പ, കൃപ ചൊരിയണമേ. പുത്രനായ രക്ഷകനായ ജീവനായ യേശു ക്രിസ്തുവിലേക്ക് അവരെ ആകർഷിക്കണമേ. അവരുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കണമേ. അവരിൽ വെളിപ്പെടാനുള്ള മഹിമ എന്താണെന്നും അവരുടെ വിളിയിലുള്ള പ്രത്യാശ എന്താണെന്നും അവർക്ക് ഗ്രഹിക്കത്തക്ക വിധം അവരുടെ മേൽ കൃപയുണ്ടായി ചൊരിയണമേ. ഈ പ്രാർത്ഥന അങ്ങ് കേട്ട് ഉത്തരം തന്ന് കഴിഞ്ഞിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സഞ്ചാരി ഭയപ്പെടേണ്ട, യാതൊന്ന ദൈവം കൂടെയുണ്ട്.
രോഗിയായി ഞാൻ തളർന്നാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും രോഗിയായി ഞാൻ തളർന്നാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ആണികളാൽ മുറിവേറ്റ പാണികളാൽ സുഖമേ ആണികളാൽ മുറിവേറ്റ പാണികളാൽ സുഖമേ അവൻ അയങ്ങുകില്ല ഉറങ്ങുകില്ല ഇസ്രായേലിൻ ദൈവം കൈവിടില്ല അവൻ അയങ്ങുകില്ല ഉറങ്ങുകില്ല ഇസ്രായേലിൻ ദൈവം കൈവിടില്ല സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട യാതൊന്ന ദൈവം കൂടെയുണ്ടു സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട യാതൊന്ന